കുട്ടികളുടെ പല്ലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ആദ്യത്തേത്, നമ്മൾ പലരും മരവിപ്പിച്ചിട്ടായിരിക്കും പല്ലെടുക്കുന്നത്, അല്ലാണ്ട് പല്ലെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ മരവിപ്പ് 2-3 മണിക്കൂർ വരെ വായിൽ നിൽക്കും. ആ സമയത്ത് കുട്ടികൾ ചുണ്ടോ കവിളോ നാക്കോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് മുറിയും. പക്ഷേ അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, അത് വലിയൊരു വേദനയിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ ചുണ്ടും നാവും കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2, പല്ലെടുക്കുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ എപ്പോഴും നാവിട്ട് തുഴയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കട്ടി പിടിച്ചിരിക്കുന്ന രക്തം തിരിച്ച് ഇളകിപ്പോയിട്ട് വീണ്ടും ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3-മത്തെ കാര്യം, നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് തണുത്ത ഐസ്ക്രീമോ ജ്യൂസോ ഒക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഈ ജ്യൂസ് എന്ത് ചെയ്യും, സ്ട്രോ ഇട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് ഇളകിപ്പോയി വീണ്ടും ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 4-മത്തെ കാര്യം, കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ ജങ്ക് ഫുഡ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന എക്സ്ട്രാക്ഷൻ സൈറ്റിലോട്ട് ആ ഫുഡ് ഇറങ്ങി വീണ്ടും അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പല്ലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം ചെറിയ ഫുഡുകളിലോട്ട് ഒതുക്കുന്നതായിരിക്കും നല്ലത്. 5-മത്തെ കാര്യം, ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കാതിരിക്കരുത്. കുഞ്ഞിൻ്റെ ചെറിയ പല്ലല്ലേ എടുത്തത്, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻഫെക്ഷനോ പെയിനോ കൂടിയിട്ട് വലിയ ബുദ്ധിമുട്ടിലോട്ട് എത്തും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.